സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള ഗൃഹസന്ദർശനം പൂർത്തിയാക്കി ബേർഡെടുക്ക ഗ്രാമപഞ്ചായത്തും ജനുവരി 1-ന് ആരംഭിച്ച് പഞ്ചായത്ത് പരിധിയിലെ 8100 വീടുകളും സന്ദർശിച്ചാണ് ഇവർ ഈ നേട്ടം കൈവരിച്ചത്. This news sponsored by ഏനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽ മൈൽ, മംഗളൂർ. സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം വികസനക്ഷേമ പഠന പരിപാടിയുടെ ഭാഗമായുള്ള ഗൃഹസന്ദർശനവും അഭിപ്രായ ശേഖരണവുമാണ് ബേർഡെടുക്ക ഗ്രാമപഞ്ചായത്തും വളരെ വേഗത്തിൽ പൂർത്തിയാക്കിയത്. ഇതോടെ ജില്ലയിൽ സമ്പൂർണ്ണ ഗൃഹസന്ദർശനം പൂർത്തിയാക്കിയ രണ്ടാമത്തെ ഗ്രാമപഞ്ചായത്തായി ബേർഡെടുക്ക മാറി. പിലിക്കോട് ഗ്രാമപഞ്ചായത്താണ് ജില്ലയിൽ ആദ്യമായി സമ്പൂർണ്ണ ഗൃഹസന്ദർശനം പൂർത്തീകരിച്ചത്. ബേർഡെടുക്ക ഗ്രാമപഞ്ചായത്തിലെ 19 വാർഡുകളിലെ 74 കർമ്മസേനാംഗങ്ങളാണ് വീടുകൾ സന്ദർശിച്ച് വിവരങ്ങൾ രേഖപ്പെടുത്തിയത്. ജനുവരി 1-ന് ആരംഭിച്ച ഗൃഹസന്ദർശനമാണ് കഴിഞ്ഞ ദിവസം പൂർത്തിയായത്. പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്ത് പരിധിയിലെ 8100 വീടുകളും സന്ദർശിച്ചാണ് ഇവർ ഈ നേട്ടം സ്വന്തമാക്കിയത്. സമ്പൂർണ്ണ ഗൃഹസന്ദർശനം പൂർത്തിയാക്കിയതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയ മണ്ഡലം MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു പഞ്ചായത്ത് പ്രസിഡന്റിനും ഗൃഹസന്ദർശനം നടത്തിയ കർമ്മസേനാംഗങ്ങൾക്കും ഉപഹാരവും നൽകി. പൗരന്റെ പ്രതികരണം കേൾക്കാനുള്ള ഒരു സംവിധാനമാണ് സർക്കാർ ഒരുക്കിയത്. എന്തിനാണ് നവകേരളത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കേരളം ഇന്ന് മോസ്റ്റ് അഡ്വാൻസ്ഡ് സ്റ്റേറ്റ് ഒന്നാണ്. എല്ലാ രംഗത്തും നമ്മൾ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അത് രണ്ട് തരത്തിലാണ് കമ്പയർ ചെയ്യുന്നത്. ഒന്ന് മറ്റ് സ്റ്റേറ്റുകളോട് നമ്മളെ കമ്പയർ ചെയ്യും, മറ്റൊന്ന് നമ്മുടെ പാസ്റ്റ്, മുൻകാലത്ത് നമ്മൾ എങ്ങനെയായിരുന്നു കുറച്ച് മുമ്പ്. ഇപ്പൊ നമ്മളെല്ലാം ഈ ബേടകം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ സാധാരണക്കാരായ ജനങ്ങളാണ്. ഒരു ഫെസിലിറ്റീസും ഉണ്ടായിരുന്നില്ല. നാട് മൊത്തം വികസിക്കുമ്പോഴും നമ്മുടെ ബേടകം വളരെ പിന്നോക്കമായിരുന്നു. അതൊന്ന് വൈദ്യുതി ഏറ്റവും ഒടുവിലെത്തിയത്, കേരളത്തിൽ ഏറ്റവും ഒടുവിലെത്തിയ ഗ്രാമം നമ്മുടെ ഗ്രാമമാണ്. ഇപ്പൊ നമുക്ക് ആരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല, കാരണം എല്ലാ വീട്ടിലും കറണ്ടുണ്ട്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് E. കുഞ്ഞിരാമൻ അധ്യക്ഷനായി. സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം ജില്ലാ കൺവീനറായ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ M. മധുസൂദനൻ അനുമോദന പ്രഭാഷണം നടത്തി. പ്രോഗ്രാമിന്റെ ഉദുമ നിയോജക മണ്ഡലം ചുമതലയുള്ള നവകേരള റിസോഴ്സ് പേഴ്സൺ PK ലോഹിതാക്ഷൻ, പഞ്ചായത്ത് തല നിർവഹണ സമിതി അംഗങ്ങളായ PV ശശി, ബാലകൃഷ്ണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാധാരവി, കർമ്മസേനാംഗങ്ങൾ, പഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ CDS അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് തല നിർവഹണ സമിതി അംഗം രത്നാകരൻ സ്വാഗതവും കില തീമാറ്റിക് എക്സ്പേർട്ട് SB ശ്രുതി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുറ്റിക്കോൽ.